ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്കും പുതിയ ചാനലിലേക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിളികളെയാണ്. അപ്പോൾ അത് ഫിഷ് വെയർ വെച്ചിട്ടാണ് കിളിയെ ഉണ്ടാക്കുക. സാധാരണ ഫിഷ് വെയർ വെച്ചിട്ടാണ് കിളിയെ ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് ഈ ഫിഷ് വെയർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് അത് നമ്മുടെ A4 സൈസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെ കിളി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പേപ്പർ, കത്രിക, സീക്വൻസ്, പഴയ വളകൾ, പശ, കിളിയെ തൂക്കിയിടാനുള്ള നൂല്, വളയിൽ ചുറ്റാനുള്ള വൂളൻ ത്രെഡ്, നമ്മുടെ ബഡ്സിൻ്റെ ട്യൂബാണിത്. ബഡ്സ് രണ്ട് വശം കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ട്യൂബ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് കിളികളെ ഉണ്ടാക്കാം. രണ്ട് പേപ്പറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് പേപ്പർ, അത് ഒന്നിൻ്റെ നീളവും വേണം, ഒന്നിൻ്റെ വീതിയും വേണം. നമ്മളതുകൊണ്ടാണ് രണ്ട് പേപ്പർ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പേപ്പർ കാണിക്കാം. അവിടെ ഈ നീളത്തിൽ നമുക്ക് ഈ പേപ്പറിനെ ഒരു 4 ഇഞ്ച് വീതിയിലാണ് മടക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ 4 ഇഞ്ച് വീതിയിൽ നമ്മൾക്കിങ്ങനെ ഇതിനെ മുഴുവനായിട്ടും മടക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്, നമ്മൾ ഒരേ രീതിയിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെയും ഇത് വീതിയും അതുപോലെ തന്നെ നമ്മൾ ഒരേ ആ 4 ഇഞ്ച് വീതിയിൽ തന്നെ നമ്മളിങ്ങനെ മടക്കിയെടുക്കുക.
അങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മൂത്തെടുത്തിട്ട് നമുക്ക് ഓരോ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലുള്ളത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ നീളത്തിൽ ഒരെണ്ണം കട്ട് ചെയ്തു. ഞാൻ വീതിയിലും ഒരെണ്ണം കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പശ വെച്ച് നമുക്കതിനെ ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് തരം പശ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ ആയാലും മതി, ഇതൊട്ടും കുഴപ്പമില്ല. കുറച്ച് പശ തേച്ച് നീളത്തിലൊരെണ്ണവും വീതിയിലൊരെണ്ണം എടുത്തിട്ട് എന്താണ്ട് ഇങ്ങനെ ഒട്ടിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കിളിയെ ഉണ്ടാക്കാൻ അത് പറ്റില്ല. നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത പേപ്പറുകൾ ഇത്ര നീളത്തിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ അതിപ്പോൾ ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഈ ഒട്ടിക്കിട്ടിയത് നമ്മൾ അതിനെ രണ്ടായിട്ട് മടക്കണം. ഒരേ തുല്യ അളവിലാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. തുല്യ അളവിൽ നമ്മൾ മടക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ രണ്ടായിട്ട് മടക്കി കിട്ടി. ഈ മടക്കി കിട്ടിയത് നമ്മളതാണ്ട് ഇത്രയും നീളത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് വിരൽ കൊണ്ട് നമ്മൾ ഇതിനെ പിടിക്കണം. രണ്ട് വിരൽ കൊണ്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ മൂന്നാമത്തെ ഫിംഗറിൻ്റെ ഇടയിൽ കൂടെ ഒരു എണ്ണം എടുത്ത് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്തേക്കുന്ന അത് കഴിഞ്ഞിട്ട് ഈ തുമ്പെടുത്ത് മറ്റേ തുമ്പെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ കയറ്റണം. അതിനുശേഷം ഈ തുമ്പെടുത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഈ നടുക്ക് ഈ മിഡിൽ ഫിംഗറിൽ കിടക്കുന്ന ഇതിലൂടെ എടുത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം. നമുക്ക് രണ്ട് തുമ്പ് കിട്ടി. ഈ രണ്ട് തുമ്പ് നമ്മൾ ഇത് ഫിംഗറിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ നമ്മൾ മടക്കി വെച്ചേക്കുന്ന ഈ ഭാഗം കൂടെ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക താമസം വരും ഇതിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടാൻ. ഫിഷ് വെയർ ആകുമ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് കിട്ടും. പേപ്പർ ആകുമ്പോൾ നമ്മൾ ഇച്ചിരി ക്ഷമ കാണിക്കുക. അതെടുത്ത് നമ്മൾ കറക്റ്റ് ഇതിൽ വെക്കുക. ഇങ്ങനെ ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തെങ്കിൽ മാത്രമേ കിളി എന്ന് നമുക്ക് പറയാം. ഏകദേശം കിളിയുടെ ബോഡി ഒക്കെ കിട്ടിയിട്ടുണ്ട്, വാല്, കഴുത്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നത്, നമ്മൾ അടുത്ത പശ എടുത്തിട്ട് നമുക്കിതിനെ തമ്മിലൊന്ന് ഒട്ടിക്കാം. വാല് ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ വാൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വാലിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ വാലിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ
ഈ ഈ കഴുത്ത് ഭാഗം ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ വെട്ടിയെടുത്ത ഈ ഭാഗം ഞാനെടുത്ത് അതിനെ ചുണ്ടാക്കി വെക്കാം. അത് നമ്മൾ രണ്ട് വശത്തും പശ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ കിളിയുടെ ചുണ്ടായി. ഇനി നമുക്കിതിന് കണ്ണ് കൊടുക്കണം അല്ലേ? കണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സീക്വൻസ് ആണ് എടുത്തേക്കുന്നത്. സീക്വൻസ് എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും പശ തേച്ചിട്ട് നമുക്ക് സീക്വൻസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യുന്നത്, നമ്മൾ അടുത്ത പശ എടുത്തിട്ട് നമുക്കിതിനെ നമുക്ക് തമ്മിലൊന്ന് ഒട്ടിക്കാം. വാല് ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ വാൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വാലിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വാലിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ കഴുത്ത് ഭാഗം ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ വെട്ടിയെടുത്ത ഈ ഭാഗം ഞാനെടുത്ത് അതിനെ ചുണ്ടാക്കി വെക്കാം. അത് നമ്മൾ രണ്ട് വശത്തും പശ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ കിളിയുടെ ചുണ്ടായി. ഇനി നമുക്കിതിന് കണ്ണ് കൊടുക്കണം അല്ലേ? കണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സീക്വൻസ് ആണ് എടുത്തേക്കുന്നത്. സീക്വൻസ് എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും പശ തേച്ചിട്ട് നമുക്ക് സീക്വൻസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പഴയ വളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഴയ വള എടുത്തിട്ടുണ്ട്. നമ്മുടെ വൂള് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വൂള് വെച്ചിട്ട് നമ്മളിതിനെ ചുറ്റിയെടുക്കണം. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി അതിനെ ഒന്ന് കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാം. ഫസ്റ്റ് വള കവർ ചെയ്തുകൊണ്ട് നമ്മളിതിനെ ചുറ്റിയെടുക്കണം. നമ്മളിങ്ങനെ വളയിൽ ഇങ്ങനെ നൂല് ഇങ്ങനെ ചുറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത്ര നീളം ഞാൻ ഇട്ടിട്ടുണ്ട്. നീളം ഇട്ടത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഇതിനകത്ത് ചെറിയൊരു എന്താ പറയുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുന്ന ഒരു രീതിയും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് കെട്ടി അങ്ങനെ കെട്ടി അങ്ങനെ കെട്ടി അങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ നൂല് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പോർഷനിൽ ഇങ്ങനെയാണ് നൂല് പോകുന്നത് നോക്കാം. നമ്മൾ ഈ ചുറ്റിയതിൻ്റെ നടുക്കൂടെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പോർഷൻ നൂല് പോകുന്നത്. ഈ എടുത്ത നൂലിൻ്റെ നടുക്കൂടെ നമ്മൾ ആ നൂല് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് പോകാം. അടുത്ത പോർഷൻ നമ്മളിങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടിരുന്നുണ്ട്. നമ്മളിങ്ങനെ വേണ്ടത് നൂലിങ്ങനെ ചുറ്റി എടുത്ത് നമ്മളൊരു ഡിസൈനിലൊക്കെ നമ്മളിങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മൾ കണ്ട ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തിലാണ് നമ്മൾ ക്ലിയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന 3 എണ്ണമാണ്. അതേപോലെ നമ്മൾ 3 എണ്ണം ഇവിടെ ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. ഇതിനകത്തിലാണ് നമ്മൾ ക്ലിയർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ നമ്മളിവിടെ 3 എണ്ണം ഇവിടെ സെറ്റ് ചെയ്ത് കൂട്ടി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്തിലാണ് നമ്മുടെ കിളികളെ നമ്മളിങ്ങനെ തൂക്കിയിടാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കിളിയെ എടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ കോർക്കുന്നത് എങ്ങനെ, ഇതിൻ്റെ ചുവട്ടിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഒരു സൂചിയിൽ നൂലൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കോർത്തെടുക്കാം. നമ്മളിങ്ങനെ കണ്ടോ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഈ കോർത്തെടുത്ത നൂല് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തിലോട്ട് ഞാനൊരു ജസ്റ്റ് ഒരു മുത്തെടുത്ത് കോർത്ത് ഒന്ന് കെട്ടിയിടാം. ഞാനിങ്ങനെ മുത്തിങ്ങനെ ഒന്ന് കെട്ടിയിടുന്നുണ്ട്. കീറി പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തിൽ ഈ നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2 ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ ബഡ്സിൻ്റെ ട്യൂബാണ്.
അപ്പം ഞാനങ്ങനെ ഈ മുത്തുകൾ നമുക്ക് പഴയ മുത്തുകളൊക്കെ കാണുമല്ലോ, അപ്പോൾ ആ പഴയ മുത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് കോർത്ത് അതിനകത്തിൽ ഇട്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം നീളം കുറഞ്ഞ് അങ്ങനെ വന്നിട്ട് അങ്ങനെ മുഴുവനായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ വെച്ചു അടുത്ത പോർഷൻ നമ്മളിങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ആളുകൾ ഇങ്ങനെ എടുത്ത് കൊണ്ടിരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വേണ്ടത് നൂലിങ്ങനെ ചുറ്റി എടുത്ത് നമ്മളൊരു ഡിസൈനിലൊക്കെ നമ്മളിങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മൾ വേണ്ട ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തിലാണ് നമ്മൾ കിളിയെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന 3 എണ്ണമാണ്. ഒരേപോലെ നമ്മൾ 3 എണ്ണം ഇവിടെ ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. ഇതിനകത്തിലാണ് നമ്മൾ കിളിയെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു ഡിസൈനിലൊക്കെ നമ്മളിങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മൾ കണ്ട ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തിലാണ് നമ്മൾ കിളിയെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന 3 എണ്ണമാണ്. ഒരേപോലെ നമ്മൾ 3 എണ്ണം ഇവിടെ ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. ഇതിനകത്തിലാണ് നമ്മൾ കിളിയെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ നമ്മളിവിടെ 3 എണ്ണം ഇവിടെ സെറ്റ് ചെയ്ത് കൂട്ടി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്തിലാണ് നമ്മുടെ കിളികളെ നമ്മളിങ്ങനെ തൂക്കിയിടാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കിളിയെ എടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ കോർക്കുന്നത് എങ്ങനെ, ഇതിൻ്റെ ചുവട്ടിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഒരു സൂചിയിൽ നൂലൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കോർത്തെടുക്കാം. നമ്മളിങ്ങനെ കണ്ടോ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഈ കോർത്തെടുത്ത നൂല് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തിലോട്ട് ഞാനൊരു ജസ്റ്റ് മുത്ത് ഒരു മുത്തെടുത്ത് കോർത്ത് ഒന്ന് കെട്ടിയിടാം. ഞാനിങ്ങനെ ഇങ്ങനെ ഒന്ന് കെട്ടിയിടുന്നുണ്ട്. കീറി പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളതിങ്ങനെ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തിൽ ഈ നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2 ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ ബഡ്സിൻ്റെ ട്യൂബാണ്.
എന്നിട്ട് ഞാനങ്ങനെ ഈ മുത്തുകൾ, നമുക്ക് പഴയ മുത്തുകളൊക്കെ കാണുമല്ലോ, അപ്പോൾ ആ പഴയ മുത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് കോർത്ത് അതിനകത്തിൽ ഇട്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം നീളം കുറഞ്ഞ് അങ്ങനെ വന്നിട്ട് അങ്ങനെ മുഴുവനായിട്ട് സെറ്റ് ചെയ്യാം. അല്ല, നമുക്കത് നമ്മുടെ എന്താ പറയുക, യുക്തി അനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുക. ഞാനിവിടെ കിളിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വള സെറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ നൂലിൽ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. അതിങ്ങനെ കെട്ടിയാണ് ചെയ്തേക്കുന്നത്. ഇച്ചിരി ഗ്യാപ്പിട്ട് നൂല് ഇങ്ങനെ വെറുതെ നൂല് കെട്ടി മുത്തോരോന്ന് കോട്ടുക. ചെറുന്ന് ഇങ്ങനെ വലുത് വന്നാൽ ഏറ്റവും വലുത്. നടുക്ക് ഞാനൊരു വൂളൻ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു കുഞ്ചലം പോലൊരു സംഭവത്തിൽ അതിങ്ങനെ കോർത്തിട്ടിരിക്കുന്നു. കുറച്ച് ഭംഗിക്ക് വേണ്ടി ചെയ്തത് മാത്രം. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, കമൻറ്റ്, ലൈക്ക് എന്നിവ കൂടി ചെയ്യുക.